തണ്ണീർമുക്കം നല്ലെണ്ണക്കവലയ്ക്ക് സമീപം വീടിന് ഇടിമിന്നലേറ്റു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ഇടിമിന്നലേറ്റതിനെ തുടർന്ന് 4 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി വീട്ടുടമ രാമചന്ദ്രൻ നായർ പറഞ്ഞു. തണ്ണീർമുക്കം പഞ്ചായത്ത് 21-ാം വാർഡിൽ നല്ലെണ്ണക്കവലയ്ക്ക് സമീപം രാമചന്ദ്രൻ നായരുടെ വീട്ടിലാണ് ഇടിമിന്നലേറ്റ് വ്യാപക നാശനഷ്ടം സംഭവിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ഏകദേശം 4 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് പ്രാഥമിക നിഗമനം. ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഞാനും എൻ്റെ വൈഫും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അമ്പലത്തിലായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് മെസ്സേജ് ഞങ്ങൾക്ക് ഫോൺ വിളിച്ചപ്പോഴാണ് ഞങ്ങളിവിടെ ഓടി വരുന്നത്. അപ്പോഴേക്കും ഇവിടെ കംപ്ലീറ്റ് ഞങ്ങളുടെ വീട്ട് ഫൗണ്ടേഷൻ മുഴുക്ക് ക്രാക്കായി, അതുപോലെ ഭിത്തി പലയിടങ്ങളിൽ പൊട്ടിയിരിക്കുന്നു. പിന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം മറ്റുള്ള ഉടനെ തന്നെ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് കാണിച്ചു. പുള്ളി ഓൾറെഡി ഐ തിങ്ക് ഒരു 12 മണിയായി കാണും ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് അമ്പലത്തിൽ ഫോൺ വരുമ്പോൾ 12 മണിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ വൈഫും അമ്പലത്തിലായിരുന്നു. അത് കഴിഞ്ഞ് വിവരമറിയാൻ ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും ഇവിടെ ബിൽഡിങ്ങിൻ്റെ ക്രാക്കായി, പലയിടങ്ങളിലും ബിൽഡിംഗ് പൊട്ടിയിരിക്കുന്നു. പിന്നെ വീട്ടിലുള്ള എക്യുപ്മെൻറ്റ്സ് മൊത്തം നാശനഷ്ടമായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് കൂട്ടൽ. ഒരു മൊത്തം വയറിങ് കത്തിപ്പോയി. അതുപോലെ തന്നെ CCTV ക്യാമറ 8 ക്യാമറ മൊത്തം പോയി. അതിൻ്റെ കംപ്ലൈൻറ്റ്, അതിൻ്റെ കമ്പ്യൂട്ടർ സെറ്റ്, ബോക്സ്, മീറ്റർ എല്ലാം കത്തി ദ്രവിച്ചു പോയി. വീടിന് സമീപത്തെ തെങ്ങിലാണ് ആദ്യം ഇടിമിന്നലേറ്റത്. തുടർന്ന് വീടിനും ഇടിമിന്നലേറ്റു. വീട്ടിലെ വയറിംഗ് പൂർണ്ണമായും നശിച്ചു. 8ഓളം CCTV ക്യാമറകൾ ഉൾപ്പെടെ നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളും നശിച്ചു. കൂടാതെ വീടിന്റെ വിവിധ ഭാഗങ്ങളിലെ കോൺക്രീറ്റ് തകർന്നു. രാമചന്ദ്രൻ നായരും ഭാര്യ കനകമ്മയും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. സംഭവ സമയത്ത് ഇരുവരും ക്ഷേത്രത്തിൽ പോയിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്.